നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസന കുതിപ്പിന് വേഗം കൂട്ടി NHM പദ്ധതിയിൽ നിർമ്മിക്കുന്ന മാതൃശിശു കേന്ദ്രത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം അടുത്ത മാസം 2ാം വാരത്തിൽ നടക്കും. നിലമ്പൂർ നഗരസഭയിലെ പുതിയ ഭരണസമിതി എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് ജനങ്ങൾക്കിടയിൽ കൂടുതൽ പരിഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണെന്ന് LDF നിലമ്പൂർ മുനിസിപ്പൽ കൺവീനർ കക്കാടൻ റഹീം. അമ്മയുപേക്ഷിച്ച പൂച്ചക്കുഞ്ഞിന് സംരക്ഷണവുമായി പൂവൻകോഴി. നിലമ്പൂർ നഗരസഭയിലെ ഏനാന്തിയിലെ പത്രപ്രവർത്തകൻ വെന്തൊടിക കുഞ്ഞലവിയുടെ വീട്ടിലാണ് ഈ അപൂർവ സ്നേഹക്കാഴ്ച. ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതാണ് ദേശസ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമെന്ന് കായിക മന്ത്രി V. അബ്ദുറഹിമാൻ. മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവാസ മേഖലകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും കാട്ടാനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പ്രവേശിക്കുന്നത് തടയാൻ അത്യാധുനികമായ ഫൈബർ ഗ്ലാസ് സോളാർ വൈദ്യുത തൂക്കുവേലി സജ്ജമാകുന്നു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസന കുതിപ്പിന് വേഗം കൂട്ടി NHM പദ്ധതിയിൽ നിർമ്മിക്കുന്ന മാതൃശിശു കേന്ദ്രത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം അടുത്ത മാസം 2ാം വാരത്തിൽ നടക്കും. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, വൈസ് പ്രസിഡന്റ് AP സ്മിജി എന്നിവർ ആശുപത്രി അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ കെട്ടിടത്തിന്റെ 2 നിലകളുടെ പ്രവൃത്തി പൂർത്തിയാക്കി ഗൈനക്കോളജി OPയും വാക്സിനേഷൻ സെന്ററുമാണ് ഇവിടേക്ക് മാറ്റുകയെന്ന് ജില്ലാ പ്രൊജക്ട് മാനേജർ ഡോക്ടർ TN അനൂപ് യോഗത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ആശുപത്രിയിലെത്തിയ ഇരുവർക്കും അധികൃതർ ഊഷ്മളമായ സ്വീകരണം നൽകി. ആശുപത്രിയുടെ ഭാവി വികസനത്തിനായി ആശുപത്രിയിൽ സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുക, സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ വെള്ളം കുടിവെള്ളേതര ആവശ്യങ്ങൾക്കായി പുനരുപയോഗിക്കുക, ആധുനിക പവർ ലോണ്ടറി സംവിധാനം ഒരുക്കുക, ഓപ്പറേഷൻ തിയേറ്ററുകളുടെ വിപുലീകരണം, CND റോഡിൽ നിന്നും മാതൃശിശു കേന്ദ്രത്തിലേക്ക് റോഡ് നിർമ്മാണത്തിനായി സ്ഥലം ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അധികൃതർ ജില്ലാ പഞ്ചായത്തിന് മുൻപിൽ സമർപ്പിച്ചു. ആശുപത്രിയുടെ വികസന ആവശ്യങ്ങൾ മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉറപ്പു നൽകി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ അപര്യാപ്തതയാണെങ്കിലും സത്യത്തില് സംതൃപ്തിയാണ്. സാഹചര്യങ്ങളുടെ പല സ്ഥലത്ത് പരിമിതിയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ പ്രഥമദൃഷ്ട്യ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരുന്നത് സന്തോഷം. തിരൂരും പെരിന്തൽമണ്ണ ഹോസ്പിറ്റലൊക്കെ സന്ദർശിച്ചു. പെരിന്തൽമണ്ണയിലൊക്കെ അവിടെ ഏറ്റവും കൂടുതൽ ആശുപത്രിയുടെ വാണിജ്യവൽക്കരണ ഒരു സ്ഥലമാണ്. സ്വകാര്യ ആശുപത്രികൾ വലുതായിട്ടുണ്ട്. ഇവിടെ അങ്ങനെയില്ല. പക്ഷേ എല്ലാ അധികാരങ്ങളും ആശ്രയിക്കുന്നത് ഈ നിലക്ക് നമ്മുടെ ഈ ആശുപത്രിയാണ്. ഇപ്പോൾ 2300 ആളുകളൊക്കെ ഇവരുടെ ഒപ്പിയിൽ വരുന്നു എന്നത് വളരെയധികം അധികം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രയാസമുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇവിടെ ഞാൻ ഇഷ്ടപ്പെട്ടൊരു കാര്യം കണ്ടത് ആ പുതിയ വഴിയും പുതിയ സ്ഥലവും ആ ബിൽഡിംഗ് നടക്കുന്നതോടുകൂടി നമുക്ക് വലിയൊരു മാറ്റം ഇതിന്റെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് MLA ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ച് വിപുലമായ യോഗം ഉടൻ ചേരും. യോഗത്തിൽ ഡോക്ടർ TN അനൂപ്, ഡോക്ടർ KK പ്രവീണ, ഡോക്ടർ ഷിനാസ് ബാബു, നഗരസഭാ കൗൺസിലർ M വിജയനാരായണൻ, HMC അംഗങ്ങൾ, മറ്റ് ആശുപത്രി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. നിലമ്പൂർ നഗരസഭയിലെ പുതിയ ഭരണസമിതി എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് ജനങ്ങൾക്കിടയിൽ കൂടുതൽ പരിഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണെന്ന് LDF നിലമ്പൂർ മുനിസിപ്പൽ കൺവീനർ കക്കാടൻ റഹീം. 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട റോഡുകൾ റീടാർ ചെയ്യുന്നതിന് പുതിയ ഭരണസമിതി സ്വന്തം പേരിലാക്കുകയാണെന്ന് റഹീം ആരോപിച്ചു. നിലമ്പൂരിലെ പുതിയ ഭരണസമിതി
എട്ടുകാലി മമ്മുഞ്ഞ് ചമഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ കൂടുതൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രവർത്തനങ്ങളിലൂടെയും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് റീടാറിംഗ് പ്രവർത്തനങ്ങൾ ഇവർ നടപ്പാക്കുന്നതാണ് എന്നാണ് ഇവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽ LDF ഭരണസമിതി റോഡ് റീടാറിംഗ് ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് 4.5 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് ടെൻഡർ നടപടി പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനം ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതിശക്തമായ കാലവർഷമുണ്ടായതുകൊണ്ടും ആ കാലവർഷം അവസാനിച്ച് പ്രവൃത്തി തുടങ്ങാൻ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് ഇത് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നടത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചില റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാതെ പോയത്. വീട്ടിക്കുത്ത് താമരക്കുളം റോഡ് വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് 20 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടി പൂർത്തിയാക്കി സിൽക്ക് എന്ന് പറയുന്ന സർക്കാർ ഏജൻസിയാണ് ആ പ്രവർത്തനം ഏറ്റെടുത്തത്. ആ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. താമരക്കുളം അങ്കനവാടി മുതൽ കൊളക്കണ്ടം ഉൾപ്പെടെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് 16 ലക്ഷം രൂപയാണ് മുൻ ഭരണസമിതി നീക്കിവെച്ച് ടെൻഡർ നടപടി പൂർത്തിയായത്. മൂത്തേടത്തുള്ള ഷബീർ എന്ന് പറയുന്ന നിർമ്മാണ കരാറുകാരനാണ് ഈ റോഡിന്റെ റീടാർ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. നഗരസഭയുടെ മുൻവശം മുതൽ ചക്കാലക്കുത്ത് പട്രാക്ക വരെയുള്ള മുതുകാട് വരെയുള്ള റോഡിന്റെ റീടാറിംഗ് പ്രവർത്തനങ്ങൾക്കും പുരോഗമന പ്രവർത്തനങ്ങൾക്കുമായി 18 ലക്ഷം രൂപയുടെ ടെൻഡർ പൂർത്തിയായി നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നഗരസഭയിലെ ചന്തക്കുന്ന് ബംഗ്ലാവ് റോഡ് 15 ലക്ഷം രൂപയാണ് LDF ഭരണസമിതി നീക്കിവെച്ച് ടെൻഡർ നടപടി പൂർത്തിയാക്കിയത്. മുൻ നഗരസഭയുടെ കാലത്ത് ഫോറസ്റ്റിന്റെ NOC കിട്ടാതെ പ്രവൃത്തി തടസ്സപ്പെട്ട ഒരു റോഡായിരുന്നു ഈ റോഡ്. LDF ഭരണസമിതി വന്ന് ഫോറസ്റ്റിന്റെ NOC ലഭ്യമാക്കി ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള റോഡ് റീടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകിയ നിലമ്പൂർ നഗരസഭയുടെ ഭരണകാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. പുതിയ ഭരണസമിതിയുടെ പദ്ധതികൾ പോലും രൂപീകരിക്കാൻ പോകുന്നത് ഏപ്രിൽ മാസം കഴിഞ്ഞതിന് ശേഷമാണ്. ഏപ്രിൽ കഴിഞ്ഞ് പദ്ധതി രൂപീകരിച്ച് വാർഡ് സഭ അംഗീകരിച്ച് വികസന സെമിനാർ അംഗീകരിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി ടെൻഡർ നടത്തി ഡിസംബർ ജനുവരി മാസത്തിലാണ് പുതിയ ഭരണസമിതിയുടെ പ്രവർത്തികൾ ഏതെങ്കിലും വരാനുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അമ്മയുപേക്ഷിച്ച പൂച്ചക്കുഞ്ഞിന് സംരക്ഷണവുമായി പൂവൻകോഴി. നിലമ്പൂർ നഗരസഭയിലെ ഏനാന്തിയിലെ പത്രപ്രവർത്തകൻ വെന്തുടിക കുഞ്ഞലവിയുടെ വീട്ടിലാണ് ഈ അപൂർവ സ്നേഹക്കാഴ്ച. സ്വയം ഇര തേടുവാൻ പ്രായമാകുന്നതിന് മുൻപേ ഉപേക്ഷിക്കപ്പെട്ട ഈ കുഞ്ഞിന് ഇപ്പോൾ കോഴിയാണ് ഭക്ഷണം നൽകുന്നതും കൂട്ടിരിക്കുന്നതും. രാത്രിയിൽ കോഴിക്കൂട്ടിൽ കോഴിയുടെ ചിറകിനടിയിലാണ് പൂച്ചക്കുഞ്ഞിന്റെ താമസം. പൂവൻ കോഴി ഒന്ന് ശബ്ദമുണ്ടാക്കിയാൽ മതി, പൂച്ചക്കുഞ്ഞ് എവിടെയായാലും ഓടിയെത്തും. ഈ വിചിത്രവും ഹൃദ്യവുമായ സൗഹൃദം ഇപ്പോൾ നാട്ടിലെ സംസാര വിഷയമാണ്. ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതാണ് ദേശസ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ. മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിന്റെയോ ദിനം മാത്രമായി അവസാനിക്കേണ്ട ഒന്നല്ല, അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ആത്മാവിനോട് നാം നടത്തുന്ന ഒരു ആഴത്തിലുള്ള സംവാദമാണ്.
സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം എന്താണ്? ജനാധിപത്യം എങ്ങനെ നിലനിൽക്കണം? ഭരണഘടന നമ്മുടെ ജീവിതങ്ങളെ ഇനിയും എങ്ങനെ നയിക്കണം? ഈ ചോദ്യങ്ങൾ സത്യസന്ധമായി പ്രതികരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് റിപ്പബ്ലിക് ദിനം. ചരിത്രത്തിലെ ഒരു നൈതിക തീരുമാനത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ റിപ്പബ്ലിക് ദിനവും. അനിയന്ത്രിത അധികാരത്തിൻ്റെ നിരാകരണം പൂർണ്ണമായും നടപ്പിലാക്കിയ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ബോധ്യമാണ് നമ്മുടെ രാജ്യത്തെ വരുംകാലം നയിക്കുക. നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവുമാണ് ഭരണഘടനയുടെ ശ്വാസം. ഈ മൂല്യങ്ങൾ ഇന്ത്യയെ ഒരു രാഷ്ട്രമായി മാത്രമല്ല നൈതിക സമൂഹമായും നിലനിർത്തുന്നു. മതത്തിന്റെയും ഭാഷയുടെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ വിഭജിക്കുന്ന ഹിംസയുടെയും വെറുപ്പിന്റെയും പ്രത്യയശാസ്ത്രത്തിനെതിരെയുള്ള കവചമായി ഭരണഘടനയെ ചേർത്ത് പിടിക്കണം. ജനാധിപത്യം ഭൂരിപക്ഷത്തിന്റെ ശക്തിയല്ല, അത് ഭൂരിപക്ഷത്തിന്റെ ശക്തിയെ നിയന്ത്രിക്കുന്ന സംവിധാനമാണ്. ഭൂരിപക്ഷത്തിന്റെ തീരുമാനങ്ങൾ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ തകർക്കാതിരിക്കുവാനുള്ള ഉറപ്പാണ് ഭരണഘടന നൽകുന്നത്. ഭരണഘടന ഇല്ലെങ്കിൽ ജനാധിപത്യം എളുപ്പത്തിൽ ഭൂരിപക്ഷാധിപത്യമായി മാറും. നമ്മുടെ ഭരണഘടന വെറും ഒരു സാങ്കേതിക നിയമരേഖയല്ല, അത് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ നയിക്കുന്ന ഒരു സാമൂഹിക നൈതിക ഉടമ്പടിയാണ്. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തലും അസമത്വവും അനുഭവിച്ച ജനതയുടെ വിമോചന പ്രഖ്യാപനമാണ് ഭരണഘടന. ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ദിശാസൂചിക കൂടിയാണ് അത്. വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും തുല്യനീതി ഉറപ്പാക്കുകയും ചെയ്യുന്ന ഈ ഭരണഘടനയാണ് ഇന്ത്യയെ ഇന്ത്യയാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായ മന്ത്രി MSP പരേഡ് ഗ്രൗണ്ടിൽ എത്തിയത്. ദേശീയ പതാക ഉയർത്തിയ ശേഷം മന്ത്രി തുറന്ന വാഹനത്തിൽ പരേഡ് പരിശോധിക്കുകയും പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു. ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് എന്നിവരെയും പരേഡ് അഭിവാദ്യം ചെയ്തു. MSP അസിസ്റ്റന്റ് കമാൻഡന്റ് K രാജേഷ് പരേഡ് നയിച്ചു. സായുധ പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ് K മാനൂർ സെക്കൻഡ് ഇൻ കമാൻഡറായി. MSP സായുധ പോലീസ്, പ്രാദേശിക പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, NCC, SPC, സ്കൗട്ട് ഗൈഡ്സ്, ബാൻഡ് ടീം, റെഡ് ക്രോസ് തുടങ്ങി 38 പ്ലാറ്റൂണുകൾ പരേഡിൽ പങ്കെടുത്തു. പരേഡിന് മുന്നോടിയായി നഗരസഭാ പരിധിയിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത പ്രഭാത ഭേരിയും നടന്നു. മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച് MSP പരേഡ് ഗ്രൗണ്ടിൽ സമാപിച്ചു. ജേതാക്കൾക്കുള്ള സമ്മാനങ്ങളും പരേഡിൽ ബാൻഡ് ചിട്ടപ്പെടുത്തിയ സെന്റ് ജമാസ് HSSനുള്ള പ്രത്യേക പുരസ്കാരവും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു. രാജ്യത്തിന്റെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെഹ്റു സ്ക്വയറിൽ ആര്യടൻ ഷൗക്കത്ത് MLA പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചെടുത്ത തീരുമാനത്തിന്റെ പ്രകാരം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് എത്രയോ മുൻപ് ഈ രാജ്യത്തെ റിപ്പബ്ലിക് എങ്ങനെയായിരിക്കണമെന്നതിനെ കുറിച്ച് ധാരണയുണ്ടായിരുന്ന പ്രസ്ഥാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജനുവരി മാസം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായി കോൺഗ്രസിന് ഒരു വലിയ കാഴ്ചപ്പാട് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്. നമ്മുടെ രാജ്യം എല്ലാ ജാതിക്കാരനും മതക്കാരനും ഭാഷക്കാരനും വർണ്ണക്കാരനും അവരൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ഭരണഘടന, ആ ഭരണഘടന നമുക്കുണ്ട് എന്നത് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അസ്തിത്വമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. VA കരീം, A ഗോപിനാഥ്, MK ബാലകൃഷ്ണൻ, ഷെറി ജോർജ് എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ ചെയർമാൻ ആര്യടൻ ഷൗക്കത്ത് MLA പതാക ഉയർത്തി. വൈസ് ചെയർമാൻ A ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. VA കരീം, പാലോളി മെഹബൂബ്, ഷെറി ജോർജ് എന്നിവർ നേതൃത്വം നൽകി. മുക്കട്ട വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി ആര്യടൻ ഷൗക്കത്ത് MLA പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സയ്യിദ് അലവി മുക്കട്ട അധ്യക്ഷത വഹിച്ചു. VA കരീം, പാലോളി മെഹബൂബ്, ഷെറി ജോർജ്, വാർഡ് കൗൺസിലർ ജഷീല, ഷബീർ അലി മുക്കട്ട, സുനിൽ കാവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. മുക്കട്ട വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ആര്യടൻ ഷൗക്കത്ത് MLA പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് അലവി ചിറയിൽ അധ്യക്ഷത വഹിച്ചു. VA കരീം,
പാലോളി മെഹബൂബ്, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, ഷബീർ അലി മുക്കട്ട, സുനിൽ കാവങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. സുധീർ മുക്കട്ട, നാസർ തരകൻ, യൂസഫ് അമ്പാട്ട്, റഷീദ് KT, നാസർ തരകൻ, നിഷാദ് പട്ടിക്കാടൻ, ജമാൽ കുളവീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നഗരസഭാംഗം ജഷീല മൊയ്ക്കൽ നന്ദിയും പറഞ്ഞു. ദി യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി കോവിലകത്ത് മുറിയുടെ ആഭിമുഖ്യത്തിൽ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. വായനശാല വൈസ് പ്രസിഡന്റ് MK ബാലകൃഷ്ണൻ പതാക ഉയർത്തി. KP രാമചന്ദ്രൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. വായനശാല ഭാരവാഹികളായ CP സുബോധ്, രഘുരാജ്, ലൈബ്രറിയൻ ജയന്തി എന്നിവർ നേതൃത്വം നൽകി. വായനശാല മെമ്പർമാരും പ്രദേശവാസികളും അംഗൻവാടി ജീവനക്കാരും പങ്കെടുത്തു. രാജ്യത്തിന്റെ 77ാമത് റിപ്പബ്ലിക് ദിനം കോവിലകത്ത് മുറി അംഗൻവാടിയിൽ വളരെ വിപുലമായി ആഘോഷിച്ചു. ഡിവിഷൻ കൗൺസിലർ കൂടിയായ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ദേശീയ പതാക ഉയർത്തി. ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ചടങ്ങിൽ ALMC കമ്മിറ്റി ഭാരവാഹികളായ MK ബാലകൃഷ്ണൻ, രാമചന്ദ്രൻ സ്വാമി, TP ഹരിദാസ്, അംഗനവാടി ടീച്ചർ മല്ലിക, അമ്മമാർ, കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. 77ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ജനമൈത്രി എക്സൈസും പൂക്കോട്ടുംപാടം സൺറൈസ് റണ്ണേഴ്സ് ക്ലബ്ബും ചേർന്ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. വീണ്ടെടുക്കാം ആരോഗ്യം, സന്തോഷം, ജീവിതം എന്ന സന്ദേശവുമായി നടത്തിയ ഓട്ടം പൂക്കോട്ടുംപാടം HSS ഗ്രൗണ്ടിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ O സജിത ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന പൊതുപരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഫീഫ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സുബൈർ VP അധ്യക്ഷത വഹിച്ചു. ദേശീയ ഓട്ട മത്സരങ്ങളിൽ വിജയിയായ റിട്ടയർഡ് എക്സൈസ് ഉദ്യോഗസ്ഥൻ PC സുനിൽ കുമാർ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ പൂക്കോട്ടുംപാടം സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർ K രക്തകുമാർ, മുരളീധരൻ കാഞ്ഞങ്ങാട്, എക്സൈസ് ഉദ്യോഗസ്ഥരായ RP സുരേഷ് ബാബു, K പ്രദീപ് കുമാർ, PS ദിനേശ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ മലപ്പുലയാട്ടം അവതരണവും ചടങ്ങിന് മാറ്റുകൂട്ടി. ജനവാസ മേഖലകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും കാട്ടാനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പ്രവേശിക്കുന്നത് തടയാൻ അത്യാധുനികമായ ഫൈബർ ഗ്ലാസ് സോളാർ വൈദ്യുത തൂക്കുവേലി സജ്ജമാകുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് വന്യജീവി പ്രതിരോധത്തിനായി ഇത്തരമൊരു നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ കെനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ വേലി സ്ഥാപിച്ചത്. സോളാർ വേലി നിർമ്മാണ രംഗത്ത് 2 പതിറ്റാണ്ടിന്റെ പരിചയ സമ്പത്തുള്ള നിലമ്പൂർ വടപുറം സ്വദേശി സാംസൺ ആണ് ഈ പുതിയ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. നിലമ്പൂർ നോർത്ത് DFOP ധനേഷ് കുമാറിന്റെ താൽപര്യപ്രകാരം JCI നിലമ്പൂർ ഗോൾഡൻ വാലി ടാഫോസൽസ് പ്രൊജക്ടിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കിയത്. സാധാരണ സോളാർ വൈദ്യുതി വേലി സ്ഥാപിക്കുന്നതിന്റെ പകുതി ചിലവിൽ ഇത് സജ്ജീകരിക്കാം. വന്യമൃഗങ്ങൾ വേലി നശിപ്പിച്ചാൽ പോലും 1 മണിക്കൂറിനുള്ളിൽ തന്നെ അറ്റകുറ്റപ്പണി നടത്തി പഴയ പടിയാക്കാം. ഫൈബർ ഗ്ലാസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കുവാനും ദീർഘകാലം ഈട് നിൽക്കുവാനും ഇതിന് സാധിക്കും. ആദ്യഘട്ടമായി 180 മീറ്റർ ഭാഗത്താണ് വേലി ഒരുക്കിയിരിക്കുന്നത്. കൃഷിക്കാർക്കും വനം വകുപ്പിനും ഒരുപോലെ ഗുണകരമായ ഈ പദ്ധതി വരും ദിവസങ്ങളിൽ കൂടുതൽ വന്യമൃഗ ശല്യമുള്ള മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുവാനാണ് അധികൃതരുടെ തീരുമാനം. റോട്ടറി ക്ലബിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ കേദാർനാഥ് ക്ലിനിക്കിൽ സൗജന്യ ഹോമിയോപ്പതി ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം ആര്യടൻ ഷൗക്കത്ത് MLA നിർവഹിച്ചു. സാധാരണ എപ്പോഴും മെഡിക്കൽ ക്യാമ്പുകളാണ് നടത്താറുള്ളത്. മെഡിക്കൽ ക്യാമ്പിന്റെ ഒരു പ്രത്യേകത അന്നത്തെ ദിവസം മാത്രം സൗജന്യമായി. പക്ഷേ ഇവിടെ ഞാൻ കാണുന്ന ഏറ്റവും വ്യതിരിക്തമായി കാണുന്നത്, വ്യത്യസ്തമായി കാണുന്നത്, ഇവിടെ എല്ലാ ബുധനാഴ്ചയും എല്ലാ ബുധനാഴ്ചയും സൗജന്യമായി സമൂഹത്തിലെ ഏറ്റവും വൾനറബിൾ ആയിട്ടുള്ള, ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് സൗജന്യമായ ചികിത്സ, എത്ര കാലത്തേക്ക് വേണമെങ്കിലും സൗജന്യമായി ചികിത്സയും മരുന്നും നൽകുന്നതാണ് ഈ സംവിധാനം. ഇതിനെ മാതൃകാപരമെന്നോ പ്രശംസനീയമെന്നോ ശ്ലാഘനീയമെന്നോ എന്നൊന്നും പറഞ്ഞാൽ പോരാ. കാരണം ഇതിൽ ഒരു മത്സരം ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. കേദാർനാഥ് ക്ലിനിക്ക് ഇങ്ങനെ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവര് ഇതിനേക്കാളും വലുത് തുടങ്ങും. കാരണം ഇന്ന് നിങ്ങൾക്കറിയാം, ആരോഗ്യരംഗം ഇത്രമാത്രം, നേപ്പാളിന്റെ ഒരു സെൻസസ് ഒരു കണക്കിൽ പറയുന്നത് കേരളത്തിലെ ഓരോ കുടുംബങ്ങളും ആവറേജ്
1,65,000 രൂപ കടമില്ലാത്തവരാരുമില്ല. അതായത് മധ്യവർഗത്തിലും ഉപരിവർഗത്തെ ഒഴിവാക്കി മധ്യവർഗത്തിലും അടിസ്ഥാന വർഗത്തിലും പെട്ടയാണ്. അതിന്റെ പ്രധാനമായ കാരണം 1 ഹെൽത്ത്, 2 എഡ്യൂക്കേഷൻ. വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഗവർണർ ഷാനവാസ്, അബ്ദുൾ സമദ്, ഡോക്ടർ CM ഗോപിനാഥ്, സന്ധ്യ ബാലൻ എന്നിവർ സംസാരിച്ചു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രോഗികൾക്ക് ആശ്വാസമേകുവാനാണ് ഈ ക്ലിനിക്ക് ലക്ഷ്യമിടുന്നത്. എല്ലാ ബുധനാഴ്ചകളിലും അർഹരായ രോഗികൾക്ക് സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും തുടർ ചികിത്സയും ഈ കേന്ദ്രം വഴി ലഭ്യമാക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിലമ്പൂരിൽ UDF കൺവെൻഷൻ നടത്തി. പുതുയുഗ യാത്രയ്ക്ക് 13-ന് 3 മണിക്ക് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വലിയ സ്വീകരണം നൽകും. കേരളത്തിലെ UDFന്റെ സംസ്ഥാനതല നേതാക്കൾ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കും. നിലമ്പൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘം യോഗം നിലമ്പൂർ MLA അരിയടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ആ കാലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഈ പ്രാവശ്യം, കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരണമെങ്കിൽ വളരെ നേരത്തെ തന്നെ എന്തൊക്കെ വീഴ്ചകളാണോ കഴിഞ്ഞ കാലത്തുണ്ടായത് ആ ഓരോ വീഴ്ചകളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമാവട്ടെ, സീറ്റ് വിഭജന ചർച്ചകളാവട്ടെ, അങ്ങനെ ഓരോ കാര്യങ്ങളും അത് ഒരിക്കലും ലാഗ് ചെയ്തു പോവാതെ വളരെ നേരത്തെ തന്നെ തീരുമാനിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലേക്ക് നേരത്തെ തന്നെ മുന്നോട്ട് പോകാനാണ്. UDF ചെയർമാൻ ഇഖ്ബാൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF നേതാക്കളായ ഇസ്മായിൽ മുത്തേടം, VA കരീം, NA കരീം, പാലോളി മെഹബൂബ്, ബാബു തോപ്പിൽ, പനായി ജേക്കബ്, KT കുഞ്ഞാൻ, ജസ്ലി മിയ, MK ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വഴിക്കടവ് ചുരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് വഴിക്കടവ് ചുരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. എക്കോ വേസ്റ്റ് മാനേജ്മെന്റിലെ 50-ൽ പരം സ്ത്രീകൾ ഉൾപ്പെടുന്ന ജീവനക്കാരാണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നിരവധി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സ്ഥാപനമാണ് എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ശുചീകരണ പ്രവർത്തനത്തിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നീക്കോടൻ ഉദ്ഘാടനം നിർവഹിച്ചു. എക്കോ വേൾഡ് മാനേജിംഗ് ഡയറക്ടർ ഇബ്രാഹിം അമ്മൻകുളങ്ങര അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാവേലു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ്, മെമ്പർമാരായ നാണി അലങ്ങാടൻ, ഫൗസിയ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ, ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ വരുൺ ശങ്കർ, പൊതുപ്രവർത്തകനായ ജാഫർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഏകദേശം 500 കിലോയോളം അജൈവ പാഴ്വസ്തുക്കളാണ് ചുരം റോഡിന് ഇരുവശത്തു നിന്നുമായി എക്കോ വേൾഡ് തൊഴിലാളികൾ ശേഖരിച്ചത്. വാർഷികാഘോഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ പൂക്കോട്ടുംപാടം വരെയുള്ള സംസ്ഥാന പാതയുടെ ഇരുവശവും നിലമ്പൂർ ടൗൺ പ്രദേശത്ത് വരുന്ന ചാലിയാർ പുഴയുടെ ഭാഗങ്ങളും എക്കോ വേൾഡ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.